യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേട്ടാ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം. ഹലോ, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ സമയം കളഞ്ഞില്ലേ? എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. കാശ് എന്നിട്ട് വയ്ക്കൂ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ചേട്ടാ? ഞാനൊരു വയ്യാത്ത ആളല്ലേ. ഞങ്ങളെ പോലെ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്തൂടെ? ഇത് ശരിയാവൂല. ഇനി ഇവിടുന്ന് ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കി ഇറങ്ങിയിട്ട് വേറെ വല്ലയിടത്തും പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല. തനിക്ക് ഓടിയതിന്റെ കാശ് വേണമെങ്കിൽ എനിക്ക് ഉള്ളിലോട്ട് പോകണം. എന്റെ ഭാര്യ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് വേണം തനിക്ക് തരാൻ. ഓരോരോ തലവേദനകളും. വേഗം പോയിട്ട് വാ. ഓക്കെ സാർ, ആ ഡേറ്റ് ഞാൻ കുറിച്ച് വെച്ചേക്കാം. സാർ നാളെ വന്നാൽ മതി. സാർ, എനിക്കൊരു എമർജൻസി കോൾ വരുന്നുണ്ട്. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ പ്ലീസ്. ഓക്കെ, താങ്ക് യു സാർ. ചേരൂ. അതെ, ഞാൻ വേറൊരു കോളിലായിരുന്നു. എന്താ സത്യത്തെ വിളിച്ചേ? ഞാൻ മാനേജറുടെ ക്യാബിനില് ഒരു മീറ്റിംഗിലായിരുന്നു. ഫോൺ എടുത്തിരുന്നില്ല. ചീരു, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. ചീരു ഇപ്പൊ ഫ്രീ ആണോ? മീറ്റിംഗ് കഴിഞ്ഞു, ഇപ്പൊ ഫ്രീയാ, പറഞ്ഞോ. അതെ ചിരു, തുടർച്ചയായിട്ട് ഞാൻ 3-4 തവണ വിളിച്ചെന്താന്ന് വെച്ചാ എന്റെ ഭാര്യയെ 3-4 തവണ വിളിക്കാൻ നീ ആരടാ? അങ്ങോട്ട് മാറിക്കടി. ഇവളെ കയ്യോടെ പിടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇന്ന് തുനിഞ്ഞിറങ്ങിയത്. നിനക്കും എന്റെ ഭാര്യക്കും തമ്മിൽ എന്താണ് ബന്ധം? ഇവളെ വിളിച്ച് കൊഞ്ചാനാണോടാ നീ ഇവക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത്? വിനയോ, ദയവിത് നീ അവിടെ വെച്ച് ചീരുവിനെ നാണം കെടുത്തരുത്. എന്റെ ഭാര്യയുടെ പുറകെ നടന്ന് നിനക്ക് എന്നെ നാണം കെടുത്താം. ഞാനത് അവളോട് ചോദിക്കാൻ പാടില്ല. എടാ തെണ്ടി, നീ എന്താടാ വിചാരിച്ചത്? എന്റെ ഒരു കൈയും കാലും തളർന്നെന്ന് വെച്ച് എന്റെ ഭാര്യയെ നിനക്ക് കൊണ്ടു നടക്കാവുന്നോ? ഇങ്ങനെ പോയാ നീ എന്റെ വീട്ടിൽ കയറി നിരക്കല്ലോടാ. നിർത്തണം നായേ, ഇത്ര അറിവ് കെട്ടവനാണ് നീ. അതെടാ, ഞാൻ അറിവ് കെട്ടവനാ. എനിക്കറിവില്ല, അന്തസ്സില്ല, മാനമില്ല, മര്യാദയില്ല. ഇപ്പതേ ഒരു കാലുമില്ല, ഒരു കയ്യുമില്ല. അതുകൊണ്ട് നിനക്കും ഇവക്കും കൂടുതൽ സൗകര്യമായല്ലോ അല്ലേ? ഹലോ ഹലോ, എന്തിനാടി അവൻ നിന്നെ വിളിച്ചത്? രണ്ടാളും കൂടി ഇന്ന് എവിടെ പോകാനായിരുന്നു തീരുമാനിച്ചത്? നിങ്ങൾ ഇതെന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾക്ക്? ഭ്രാന്ത് പിടിച്ചത് എനിക്കാണോടി? ഓഫീസിൽ വന്ന ഈ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാരും ഇവിടെ അതൊക്കെ തന്നെയല്ലേ ചെയ്തത്? നീയോ? നിങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് വരുന്നത് ജോലി ചെയ്യാനല്ലേ? ഇവളെ പോലെ ആരെങ്കിലും ഇവിടെ കണ്ടവന്മാരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോന്ന്? എന്താ സാർ ഇതൊക്കെ? ഒരു ഓഫീസിൽ വന്ന് സ്വന്തം വൈഫിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഓ, നീയൊക്കെ ഇവളുടെ സൈഡിലല്ലേ നിൽക്കൂ. പെണ്ണല്ലേ വർഗം. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ ഹസ്ബൻഡ് ഒരു ആണാണെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കൂ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇവളുടെ ഭർത്താവാ. ഒരു കയ്യും ഒരു കാലും അനങ്ങാത്ത ഞാൻ വീട്ടിലിരിക്കുമ്പോ ഇവൾ ഇവിടെ വന്ന് കൂത്താടുന്നത് ന്യായമാണോ? നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ സഹിക്കോ? ചിലങ്ക, എന്താ ഇത്? ഓഫീസോ അതോ മാർക്കറ്റോ? മിസ്റ്റർ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തീർക്കണം. ഇവിടെ ഇതൊന്നും പറ്റില്ല. ഇയാളെ ആരാ ഇതിന്റെ അകത്തേക്ക് കയറ്റിവിട്ടത്? എങ്ങനെ? എന്റെ ഭാര്യയെ കാണാൻ എനിക്ക് വരാൻ പാടില്ലെന്നോ? അത് എവിടുത്തെ ന്യായ? വീട്ടിൽ നിന്നല്ലേ ഭാര്യ ഇങ്ങോട്ട് വരുന്നത്. 5 മണി കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വരും. ഓഫീസ് ടൈമിൽ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ഓ, ഒരു ഓഫീസ്. നിങ്ങൾ ഇവൾക്ക് ജോലി കൊടുത്തെന്ന് വെച്ച് 5 മണി വരെ ഇവള് നിങ്ങൾക്കുള്ളതാണോ? നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് ബഹളം വെക്കരുത് പ്ലീസ്. അത് ഈ കുട്ടിയുടെ ജോലിയെ ബാധിക്കും. നിങ്ങളൊന്ന് പുറത്തു പോകും പ്ലീസ്.
ഇവൾക്ക് ഇങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഒരുങ്ങി കെട്ടി ഇറങ്ങി കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാനുള്ള ഒരു മറ മാത്രമായി ഇവക്ക് ജോലി. ഇവള് ജോലിക്കെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് ഏതോ ഒരു തെണ്ടി ഇവക്ക് 2.5 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ഒരുത്തിക്ക് ഇത്ര വേഗം 2.5 ലക്ഷം രൂപ കിട്ടാൻ ഈ ഓഫീസിൽ എന്ത് ഏർപ്പാടാ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാ ഒന്നുകളെ നിന്നെ ഞാൻ കൊല്ലച്ച കൊല്ല്, എന്നെ കൊല്ല്. ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? കൊല്ല്, എന്നെ കൊന്നേക്ക്. എനിക്ക് മടുത്തു. മോളെ സാരല്ലേ, എല്ലാവരും ക്ഷമിക്കണം. ഇവൻ ചീരുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. എന്റെ മരുമോള് ഒരു തെറ്റും ചെയ്യാത്ത സത്യസന്ധയായ പെൺകുട്ടിയാ. ഇവനാ സംശയരോഗി. കല്യാണം കഴിഞ്ഞതു മുതൽ ഇവൻ ഇവളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഇവിടെ പറഞ്ഞൊന്നും ദയവ് ചെയ്ത് നിങ്ങളാരും വിശ്വസിക്കരുത്. ദേ, എന്റെ മകന് വേണ്ടി ഞാൻ ഈ ഓഫീസിലുള്ള എല്ലാരോടും മാപ്പി ചോദിക്കുന്നു. നാണമില്ല മനുഷ്യ നിങ്ങൾക്ക്. ഊള മനുഷ്യൻ. മരുമകളുടെ ജോലി പോകാതിരിക്കാൻ നിങ്ങൾ അതിനാ ഇവരുടെ മുമ്പിൽ കൈകൂപ്പുന്നത്. എടാ, നിന്നോടാ ഞാൻ പറഞ്ഞ ഇനി മിണ്ടരുതെന്ന്. വാടാ എന്റെ കൂടെ വാ, ഇറങ്ങ്. വാ, വരാനല്ലേ പറഞ്ഞത്? വാടാ ഇങ്ങോട്ട്. വാടാ. മര്യാദ തോന്നുന്നു. നീ അവിടെ വരരുതേ. നിനക്ക് ഒന്നും തരാതെ നിനക്ക് ഞാൻ. തരാതെ. ഇവിടെ. സർ, സോറി സർ. ആക്സിഡന്റിന് ശേഷം അദ്ദേഹം മെന്റലി കുറച്ച് അപ്സെറ്റ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ. എന്തായാലും ഈ ഓഫീസിൽ ഇങ്ങനൊരു സംഭവം ഫസ്റ്റാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിവിടെ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ എനിക്ക് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പോട്ടെ ചിലങ്കെ, അത് വിട്ടുകളാ. എല്ലാം കഴിഞ്ഞില്ലേ? നീ സീറ്റിൽ പോയി ജോലി ചെയ്. വാ, വരാൻ പറഞ്ഞില്ലേ? വാ, നീ കരയല്ലേ? കരയാതിരിക്കെ. എല്ലാം കഴിഞ്ഞില്ലേ? ധൈര്യം ഇട്ടിരിക്കെ.